Hi, my name is Irfan Habib. Welcome to English Pod. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരാളോട് കൽപ്പിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ നമുക്ക് ആരോടും കൽപ്പിക്കാൻ പറ്റും. അതായത് നമ്മൾ സാധാരണ മലയാളത്തിൽ നമ്മൾ ഒരുപാട് കൽപ്പനകൾ നടത്തും. ഇവിടെ വാ, അതെടുക്ക്, ആ ഫാൻ ഒന്ന് ഓഫാക്ക്, പോയിട്ട് എൻ്റെ മൊബൈൽ എടുത്തു വാ, AC ഒന്ന് ഓഫാക്കി വെക്ക്. ഇങ്ങനെ ഒരുപാട് കൽപ്പനകൾ നമ്മൾ നടത്തും. ചെറിയ ആളുകളാണ്, ചിലപ്പോൾ വലിയ ആളുകളാണെങ്കിൽ അതൊന്നും എടുക്ക്, കുറച്ച് ഒരു വിനയത്തിൻ്റെ ഭാഷയിലായിരിക്കുന്നേ ഉള്ളൂ. ചെറിയ വീട്ടിലുള്ള നമ്മൾ കൽപ്പിക്കും, ഡിമാൻഡ്. ചില ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഉച്ചത്തിൽ തന്നെ കമാൻഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ കമാൻഡ് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു കാര്യം നമ്മളൊരാളോട് കൽപ്പിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ കൽപ്പിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഒരു പണിയുമില്ല, ജസ്റ്റ് വാക്ക് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പോവുക എന്നാണ്. ഓക്കെ, പോവുക എന്നുള്ള വാക്കിന് നമ്മൾ ഗോ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് പോവാൻ പറയാൻ, പോ എന്ന് പറയാൻ നിങ്ങൾ ജസ്റ്റ് ഗോ എന്ന് പറഞ്ഞാൽ മതി. നമുക്കറിയാം, പോ എന്ന് പറയാൻ ഗോ. അപ്പോൾ വാ എന്നെങ്ങനെയാണ് പറയാം, വാ. കം, കം, കം എന്ന് പറഞ്ഞാൽ വരിക എന്നുള്ള അർത്ഥം. കം, വാ. ഇരിക്കി, ഇരി എന്ന് പറയാൻ സിറ്റ്. റെഡി അല്ലേ? അപ്പോൾ പോ എന്ന് പറയാൻ പോ, ഗോ. വാ, കം. ഇരിക്കി, സിറ്റ്. വിളിക്ക്, കോൾ. എടുക്ക്, ടേക്ക്. തുറക്ക്, ഓപ്പൺ. അടക്ക്, ക്ലോസ്. തള്ള്, തള്ള്, പുഷ്. വലിക്ക്, പുള്ള്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തും ഒരാളോട് കൽപ്പിക്കാൻ പറ്റും. എഴുത് എന്നെങ്ങനെ പറയാം, എഴുതുക, റൈറ്റ്. വായിക്ക്, റീഡ്. എടുക്ക്, ടേക്ക്. വെക്ക്, പുട്ട്. ചോദിക്ക്, ആസ്ക്. പറ, ടെൽ. വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമ്മുടെ വാക്കുകളുടെ ലിസ്റ്റിനെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലായിട്ട് ഇടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വാക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഒരാളോട് കൽപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാത്ത വാക്കാണെങ്കിൽ ആ വാക്ക് പോയി തേടി പിടിച്ചിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞാൽ മതി. ഉദാഹരണത്തിന് എറി എങ്ങനെയാണ് പറയുക, നമുക്കറിയുന്നതിനാണെങ്കിൽ ത്രോ ആണ്. സാധാരണ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 5000-ലധികം ഇംഗ്ലീഷ് വാക്കുകൾ അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഇത് വരാത്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങാം. എന്തും നിങ്ങൾക്ക് ആരോടും കൽപ്പിക്കാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ വാതിൽ തുറക്കുക എങ്ങനെ പറയാം, വാതിൽ തുറക്ക്, ഓപ്പൺ ദ ഡോർ. വാതിൽ അടയ്ക്ക്, ക്ലോസ് ദ ഡോർ. ഇങ്ങോട്ട് വാ, കം ഹിയർ. അങ്ങോട്ട് പോ, ഗോ ദേർ. ഇവിടെ വാ, കം ഹിയർ. ഇവിടെ ഇരിക്കി, സിറ്റ് ഹിയർ. എന്നെ നോക്ക് എന്ന് പറയാൻ ലുക്ക് അറ്റ് മീ. വാതിൽ തുറക്ക്, ഓപ്പൺ ദ ഡോർ. വാതിലടയ്ക്ക്, ക്ലോസ് ദ ഡോർ. പെൻ എടുക്ക്, ടേക്ക് ദ പെൻ. പുസ്തകം എടുക്ക്, ടേക്ക് ദ ബുക്ക്. നിങ്ങളുടെ പുസ്തകം എടുക്കുന്ന പറയാൻ ടേക്ക് യുവർ ബുക്ക്. ഓക്കെ, ജസ്റ്റ് വാക്ക് ആദ്യം തന്നെ പറഞ്ഞു തരാം. ഞാൻ കുറേ കൽപ്പിക്കാൻ പോവാണ് ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോക്കുക. കം ഹിയർ, ടേക്ക് യുവർ മൊബൈൽ ഫോൺ, ഓപ്പൺ യുവർ ബുക്ക്, ഓപ്പൺ യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്, open the door, close the door, switch off the AC, switch on the AC, switch off your mobile phone, change the channel, please check your mobile phone. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആരോടും കൽപ്പിക്കാൻ പറ്റും. ജസ്റ്റ് വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില കൽപ്പനകൾ, നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടാത്ത ചില കൽപ്പനകൾ എങ്ങനെ ചോദിക്കാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് ആവ് എന്ന് പറയും. നമ്മൾ ഉഷാറാവും, സ്മാർട്ട് ആവും, ഓക്കെ, ആക്റ്റീവ് ആവും, ഹാപ്പി ആവും. ഇങ്ങനെ കുറേ ആവ് എന്ന് പറയും. ആവ് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ബി എന്ന് ചേർത്താൽ മതി, ബി. അപ്പം നിങ്ങൾക്ക് ആരോടും ആവ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാപ്പി ആവും, ബി ഹാപ്പി. റെഡി ആവും, ബി റെഡി. ഗെറ്റ് റെഡി എന്നും പറയാറുണ്ട്, ബി റെഡി. സ്മാർട്ട് ആവും, ബി സ്മാർട്ട്. പോസിറ്റീവ് ആവും, ബി പോസിറ്റീവ്. ഹാപ്പി ആവും, ബി ഹാപ്പി. ഷറാവ് എന്ന് പറയും, ഓക്കെ, ബി സ്മാർട്ട്. കൂളാവും, എങ്ങനെ പറയാം, ബി കൂൾ. കെയർഫുൾ ആവും, ബി കെയർഫുൾ. നമ്മൾ സാധാരണ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബി വെച്ച് പറയാറുണ്ട്. ബി റെഡി, ബി സ്മാർട്ട്, ബി ആക്റ്റീവ്, ബി എനർജറ്റിക്, ബി കൂൾ, ബി ഹെൽത്തി, ബി സ്മാർട്ട്, ബി എ ഗുഡ് പേഴ്സൺ, ബി എ നൈസ് ഗായ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ആവ് എന്നാണ്. ഇനി വേറെ ചില കാര്യങ്ങൾ പറയുന്ന ഉദാഹരണത്തിന് നമ്മൾ പിന്നെ അത് എടുത്തുകൊണ്ടുപോകുക എന്ന് പറയാൻ നമ്മളെങ്ങനെ സാധാരണ ടേക്ക് എന്ന് പറഞ്ഞാൽ മതി, എടുക്കാൻ. അപ്പോൾ അത് അവിടെ പോയി എടുത്തുകൊണ്ടുവരാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഗെറ്റ് മീ എന്ന് പറയും. ഗെറ്റ് മീ മൈ കോഫി, ഗെറ്റ് മീ മൈ ബാഗ്,
ഗോ ആൻഡ് ഗെറ്റ് മീ ബൈ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വരാൻ. ഗെറ്റ് മീ എ കോഫി, ഒരു കോഫി എടുത്തുകൊണ്ട് പോവാ. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വരാൻ നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞാൽ മതി. റെഡി അല്ലേ? ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യരുത് എന്ന് പറയും. ഇതുവരെ നമ്മൾ പോ, വാ, ഇരിക്കി, പഠിക്ക്, ഒരാളോട് കൽപ്പിക്കുകയാണ്, ചെയ് എന്ന് പറയാണ് അല്ലേ. ഇനി ചെയ്യരുത് എന്ന് പറയണം. ഇപ്പോൾ പോവരുത്, വരരുത്, കാണരുത്, പഠിക്കരുത്, ചിരിക്കരുത്, കുളിക്കരുത്, സംസാരിക്കരുത്, സ്നേഹിക്കരുത്, കല്യാണം കഴിക്കരുത്, പറ്റിക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം. ചെയ്യരുത് എന്ന് പറയാൻ വളരെ ഈസിയാണ്, നമുക്കറിയുന്നതിനായിരിക്കും. ഡോണ്ട് ആണ്, ഡോണ്ട്. പോവരുത് എന്ന് പറയാൻ ഡോണ്ട് ഗോ. വരരുത്, ഡോണ്ട് കം. ഇരിക്കരുത്, ഡോണ്ട് സിറ്റ്. പഠിക്കരുത്, ഡോണ്ട് സ്റ്റഡി. ചിന്തിക്കരുത്, ഡോണ്ട് തിങ്ക്. കാത്തു നിൽക്കരുത്, ഡോണ്ട് വെയിറ്റ്. സ്നേഹിക്കരുത്, ഡോണ്ട് ലവ്. ചിരിക്കരുത്, ഡോണ്ട് സ്മൈൽ അല്ലെങ്കിൽ ഡോണ്ട് ലാഫ്. കരയരുത്, ഡോണ്ട് ക്രൈ. റെഡി അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തതുപോലെ സ്പീഡിൽ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളതിൻ്റെ അതിൻ്റെ ഇംഗ്ലീഷ് വളരെ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്പീഡിൽ എന്ത് ചെയ്യുക, പറയാൻ ശ്രമിക്കുക. സ്പീഡ് കൂട്ടി ഞാൻ പതുക്കെ സ്ലോയിലാണ് തുടങ്ങുക, പിന്നെ നിങ്ങൾ സ്പീഡ് കൂട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് സ്പീഡിൽ പറയാൻ തുടങ്ങണം. റെഡി അല്ലേ? പോവരുത്, വരരുത്, ഇരിക്കരുത്, ചിരിക്കരുത്, തുറക്കരുത്, അടയ്ക്കരുത്, ചോദിക്കരുത്, സ്നേഹിക്കരുത്, കല്യാണം കഴിക്കരുത്. എങ്ങനെ കല്യാണം കഴിക്കരുത് എന്ന് പറയാം? ഡോണ്ട് മാരി, ഡോണ്ട് ഗെറ്റ് മാരീഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഡോണ്ട് മാരി. പറ്റിക്കരുത്, ഡോണ്ട് ചീറ്റ്. കളിയാക്കരുത് എന്ന് പറയാം ഡോണ്ട് മോക്ക്. കളിയാക്കരുത് അല്ലെങ്കിൽ ഡോണ്ട് ടീസ്. ചോദിക്കരുത്, ഡോണ്ട് ആസ്ക്. പറയരുത്, ഇരിക്കരുത്, പോവരുത്, വരരുത്, കുളിക്കരുത്, പല്ല് തേക്കരുത്, ഉറങ്ങരുത്, കുളിക്കരുത്, പറ്റിക്കരുത്, സ്നേഹിക്കരുത്, കല്യാണം കഴിക്കരുത്, അന്വേഷിക്കരുത്, സഹായിക്കരുത്. റെഡി അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് എന്തും ചെയ്യരുത് എന്ന് പറയാൻ പറ്റും. ഇതുപോലെ സ്പീഡ് കൂട്ടി ചെയ്യ് എന്ന് പറയണം. ഓക്കെ, പോ, വാ, ഇരിക്കി, നോക്കരുത്, എടുക്ക്, തുറക്കരുത്, വലിക്ക്, തള്ളരുത്, എടുക്ക്, വെക്ക്, ഇറങ്ങ്. ഇറങ്ങുന്ന എങ്ങനെയാ പറയാം? ഇറങ്ങ്, ഗെറ്റ് ഓഫ് അല്ലെങ്കിൽ ഗെറ്റ് ഡൗൺ എന്ന് പറയും. കയറ് എന്ന് പറയണോ? ഗെറ്റ് ഓൺ. കയറ്, ഗെറ്റ് ഓൺ. ഇറങ്ങ്, ഗെറ്റ് ഓഫ്. കിടക്ക്, ലൈ. കിടക്ക്, ലൈ. മനസ്സിലാക്ക്, അണ്ടർസ്റ്റാൻഡ്. വിശ്വസിക്കുക, ബിലീവ്. ഓക്കെ, അപ്പോൾ എന്നോട് ചോദിക്കുക എന്ന് പറയാൻ നമ്മൾ സാധാരണ എന്നോട് ചോദിക്കുക, ആസ്ക് മീ എന്ന് പറയും. ആസ്ക് മീ. അവളോട് ചോദിക്കുക എങ്ങനെയാണ് പറയാ? അവളോട് ചോദിക്കുക, ആസ്ക് ഹെർ എന്നാണ് പറയുന്നത്. ആസ്ക് ഹെർ. അവനോട് ചോദിക്കുക, ആസ്ക് ഹിം. എന്നോട് ചോദിക്കുക, ആസ്ക് മീ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അവനോട്, അവളോട്, അവരോട് അല്ലെങ്കിൽ അവരെ, നമ്മളെ, ഞങ്ങളെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ ചോദിക്കുന്നതിന് ഒന്നുകൂടി സ്പീഡിൽ പറയാം. അതുപോലെ ചില കാര്യങ്ങൾ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ബി എന്ന് പറഞ്ഞാൽ ആവ് എന്നാണ്. അപ്പോൾ ഡോണ്ട് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോണ്ട് ബി ആവരുത്. ഡോണ്ട് ബി ആവരുത്. ഡോണ്ട് ബി ലേസി, ഡോണ്ട് ബി ലേറ്റ്, ഡോണ്ട് ബി ടയേർഡ്, ഡോണ്ട് ബി പാസീവ്, ഡോണ്ട് ബി ആംഗ്രി, ഡോണ്ട് ബി ഫൂൾ, ഡോണ്ട് ബി നെഗറ്റീവ്, ഡോണ്ട് ബി ലേസി, ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. ഓക്കെ, അപ്പോൾ ഡോണ്ട് ബി ആവരുത്. ഡോണ്ട് ബി സാഡ്, ഡോണ്ട് വെറി. ഡോണ്ട് വെറി കേട്ടിട്ടുണ്ടോ? ഒരുപാട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഡോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ട് സ്മോക്ക്, ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ, ഡോണ്ട് മോക്ക് മീ, ഡോണ്ട് ചീറ്റ് മീ, ഡോണ്ട് കിൽ എനിവൺ. റെഡി അല്ലേ? അപ്പോൾ ഇതുപോലെ ചെയ്യരുത്, ചെയ്യ്. ഞാൻ ഒന്നുകൂടി സ്പീഡിൽ ചോദിക്കാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചതുപോലെ പോട്ടെ എന്ന് ചോദിക്കാൻ ഞാൻ പോട്ടെ, മേ ഐ ഗോ. ഞാൻ വരട്ടെ, മേ ഐ കം. ഞാൻ ഇരിക്കട്ടെ, മേ ഐ സിറ്റ്. ചോദിക്കട്ടെ, മേ ഐ ആസ്ക്. അപ്പോൾ പോ എന്ന് പറയണം. അപ്പോൾ ഗോ. പോവരുത്, ഡോണ്ട് ഗോ. ഞാൻ പോട്ടെ, മേ ഐ ഗോ, മേ ഐ ഗോ. അപ്പോൾ പോ, ഗോ. വാ, കം. വരരുത്, ഡോണ്ട് കം. ഞാൻ വരട്ടെ, മേ ഐ കം. ഓക്കെ, ഇതുപോലെ സ്പീഡിൽ എന്ത് ചെയ്യാം, ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എല്ലാവരോടും ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം.